നമ്മുടെ നടുവിലുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സഭയുടെ ആത്മീക ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന് ദൈവം അവസരം നൽകിക്കൊടുത്തു. മക്കളഞ്ചേരിയ കുടുംബത്തിലുള്ള ബന്ധത്തിലും പ്രിയ പൗരോഹിത്യത്തിലുള്ള ബന്ധത്തിലും പല ഓർമ്മകൾ കർത്താവിൻ്റെ ദാസനുണ്ട്. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ചില മിനിറ്റുകൾ നമ്മോട് തുടർന്ന് സംസാരിക്കും. തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടെ നമ്മെ വിട്ട ഇമ്പങ്ങളുടെ പർദീസിലേക്ക് വാങ്ങിപ്പോയ പ്രിയ അപ്പച്ചൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സമീപ സന്നിഹിതരായ ദുഃഖാർത്ഥരായ പ്രിയ അമ്മച്ചി, ജോസ് ബ്രദർ കുടുംബം, മാത്യൂസ് കുടുംബം, ജെയിംസ് കുടുംബം, സഭാജനങ്ങൾ, ബന്ധുമിത്രാദികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ കർത്തൃദാസനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെയും സ്നേഹ വന്ദനം അറിയിക്കുന്നു. 2006 മുതൽ 2010 വരെയുള്ള 15 വർഷങ്ങൾക്ക് മുമ്പുള്ള 4 വർഷങ്ങളാണ് ഞാൻ ഈ സഭയുടെ പാസ്റ്ററായി പാഴ്സനേജിൽ പാർത്ത് ഇവിടെ ശുശ്രൂഷിച്ചത്. അഭേദ്യമായ ഒരു ആത്മബന്ധം ഈ കുടുംബങ്ങളുമായി ഉണ്ടാകുവാൻ ദൈവം സാവകാശം നൽകി. പെരുമ്പാവൂരെ പെന്തക്കോസ്തു വേലയ്ക്ക് ചുമൽ കൊടുത്ത അനുഗ്രഹീതനായ ഒരു കർത്തൃദാസന്മാർ, 2 പൗലോസ് സഹോദരന്മാർ, പ്രിയ പൊയ്ക്കാട്ടിലെ പ്രിയ കുഞ്ഞേട്ടനോടൊപ്പം ഈ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവ മനുഷ്യനാണ് പ്രിയ അപ്പച്ചൻ. ഈ കുടുംബത്തോട് എനിക്ക് അഭേദ്യമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. കർത്തൃദാസന്മാരെ കരളിന്റെ കാതല് പോലെ സ്നേഹിക്കുന്ന, നിരവധി സൽക്കാരത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലുകളുടെയും ഒക്കെ നല്ല നിമിഷങ്ങൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠയിൽ കടന്നു വന്ന രംഗം ഞാൻ ഓർക്കുന്നു. 3 ആൺമക്കളെ ദാനമായി നൽകി അവർക്ക് വസ്തു വീതിച്ചു നൽകാൻ തീരുമാനിക്കുമ്പോൾ കുറിയെടുക്കാൻ പ്രാർത്ഥനാ പുരസ്സരം പാസ്റ്റർ അത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തിയ രംഗവുമെല്ലാം ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു. കുവൈറ്റിൽ ജോസ് പാസ്റ്റർ അനുഗ്രഹീതമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. നിരവധി തവണ അവരുടെ ഭവനങ്ങളിൽ കടന്നു പോകുവാനും സ്നേഹങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകി. മാത്യൂസ് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ശുഷ്കാന്തിയോടെ നിലകൊള്ളുന്നതും മുൻനിരയിൽ നിൽക്കുന്നതുമെല്ലാം ഓർക്കുന്നു. ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്ന നാളുകളിൽ ജെയിംസ് ബ്രദർ രാത്രി കടയടച്ചേച്ച് വന്ന് വളരെ രാത്രിയിൽ ഹോളിൽ ഇരുന്നുള്ള പ്രാർത്ഥനകൾ ഞാൻ ഓർക്കാറുണ്ട്. അസാധാരണമായൊരു സഭാ വളർച്ചയുടെ ദിനങ്ങളായിരുന്നു ആ നാളുകള്. 100-ലധികം ആളുകൾ ആ സന്ദർഭത്തിൽ സ്നാനപ്പെട്ടതും ഒരു വലിയ പരിശുദ്ധാത്മ പകർച്ചയും ഒക്കെ ഓർക്കുന്നു. അതിന് മുഖാന്തരമായത് പല ചെറുപ്പക്കാരും മുഴങ്കാലുമടക്കിയ പ്രാർത്ഥനകൾ. കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്തിന്റെ മധ്യത്തിൽ സുവിശേഷത്തിന്റെ വിശാലമായ പ്രവർത്തനത്തിന് ഭൗതികതകളെക്കാളുപരി ആത്മീയതയ്ക്ക് ഈ കുടുംബം നൽകിയ ഊന്നലിനെ ദൈവം ധാരാളമായ പ്രതിഫലം നൽകട്ടെ. വിശുദ്ധ വേദപുസ്തകം എഴുതി ആരംഭിക്കുമ്പോൾ മരണത്തിന്റെ ഒരു സൂചനയും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലില്ല. 2-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. 3-ാം അധ്യായത്തിൽ ആദിമ മനുഷ്യ ദമ്പതികൾ കൽപ്പനാ ലംഘനത്തിന്റെ പരിണിത ഫലമായി പാപം സംഭവിച്ചപ്പോൾ, പഴം തിന്നപ്പോൾ ആത്മീക മരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആദ്യത്തെ മനുഷ്യ മരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. സ്വന്തം സഹോദരനാൽ കൊല ചെയ്യപ്പെട്ട ഹാബേൽ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തെ ശവക്കല്ലറുകളുടെ അധ്യായം എന്ന പേരിൽ അറിയപ്പെടത്തക്കവണ്ണം മരണത്തിന്റെ നീണ്ട പട്ടികയാണ്. മരണം എന്നും വേദനയാകുമ്പോൾ യേശുവാണ് മരണത്തിന്റെ നിർവചനം മാറ്റിയത്. യേശു പറഞ്ഞു, ലാസറിന്റെ കല്ലറയ്ക്കൽ മരണത്തിന് യേശു മറ്റൊരു പേര് കൊടുത്തു, ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ പ്രിയ അപ്പച്ചൻ എഴുന്നേറ്റ് വരത്തില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസന്റായി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ മനോഹരമായ പ്രത്യാശയാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ. അതുകൊണ്ടാണ് സകല വിശ്വാസങ്ങളെക്കാളും ക്രിസ്തീയത കല്ലറയ്ക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. സെമിട്രി എന്ന പദം
കൊയറ്ററി എന്ന പദമാണ്, ഉറങ്ങാനുള്ള ഒരു അറയാണ്. പ്രിയപ്പച്ചൻ നീണ്ട ഉറക്കത്തിലാണെന്നാൽ കാഹളം ധരിക്കുമ്പോൾ തേജസ്സോടുകൂടെ എഴുന്നേറ്റ് വരും. ഞാൻ ഖത്തറിലുള്ള ദോഹ ശാലേം സഭയുടെ പാസ്റ്ററാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി. വാത്സല്യ പ്രസാദിച്ചായ കുടുംബമായി ദീർഘവർഷങ്ങളായി നിലകൊള്ളുന്ന ആ കുടുംബം. ഞാൻ ഈ വെളുപ്പിനെ കാലത്ത് 5:30 എയർപോർട്ടിലെത്തിയത്. നാട്ടിലേക്കുള്ള യാത്രയിൽ ഈ കുടുംബത്തോടൊന്നിച്ച് അല്പസമയം ചെലവഴിക്കാൻ ഞങ്ങൾ കുടുംബമായി അങ്ങനെ ഒരു ക്രമീകരണത്തിലാണ് എത്തിച്ചേർന്നത്. ആ സഭ ഈ വിവരം അറിഞ്ഞു. ഞാൻ ആ സഭയിൽ ഇന്നലെ ആരാധനയിൽ ഈ വിവരം പങ്കുവച്ചു. ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ആശ്വാസവും പ്രാർത്ഥനകളും ആ സഭയുടെ ആശ്വാസങ്ങളും ഞാൻ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ വലിയ സമാധാനം പകരപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ പെട്ടെന്ന് തനിച്ചായ പ്രിയ അമ്മച്ചിയെ, ജോസ് ബ്രദറിനെ, സിസ്റ്ററെയും, മാത്യൂസിനെയും, സോണിയെയും, ജെയിംസിനെയും, മേഴ്സിയും, അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് വിളിച്ചപ്പോൾ ഇമ്പങ്ങളുടെ പരദീസയിൽ അങ്ങയുടെ പൊന്മുഖം കാണുന്ന വാത്സല്യ അപ്പച്ചൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സമീപേ ഞങ്ങൾ തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്നു. തൻ്റെ ആയുസ്സിൻ്റെ നാളുകൾ വേദപുസ്തകത്തിൻ്റെ നിത്യതയുടെ വചനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. പലയിടങ്ങളിലും സഞ്ചരിച്ചു പ്രവർത്തിച്ചു. ദേശത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അവിടുന്ന് പകർന്നു. മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ അവ ദൈവാനുഗ്രഹമായി പകരപ്പെട്ടത് കൊണ്ട് സ്തോത്രം. അങ്ങ് വരുവാൻ താമസമെങ്കിൽ മക്കളും കർത്താവിന് ഏറ്റവും പ്രയോജനമായി നിലകൊള്ളുവാൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ഉലകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവരെ ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. പ്രിയ